السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا مولانا محمد صلى الله عليه وسلم. صليت وسلمت ورحمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على محمد وعلى آل محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. أما بعد، بسم الله الرحمن الرحيم. ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر وإن الله غني عن العالمين. صدق الله المولانا العظيم. الحج مبرور ليس له جزاء إلا الجنة. صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, എല്ലാവരും ഹജ്ജിക്ക് പോകേണ്ട കാലം. ചെന്നിന് ഹജ്ജിൻ്റെ ടൈം. ഹജ്ജിಗೆಲ್ಲ പോയിട്ടില്ല. ഭാഗ്യം മനുഷ്യന്മാർക്ക് ഹജ്ജ് ചെയ്യോ ഭാഗ്യം ഉണ്ടാവുള്ളൂ. ഭാഗ്യം മനുഷ്യന്മാർക്ക് ഹജ്ജ് ചെയ്യോ ഭാഗ്യം ഉണ്ടാവുള്ളൂ. കാരണം അറഫത്തിൽ കൂട്ട മനുഷ്യന്മാർ എല്ലാവരും സർവ്വദോഷം അല്ല മാഫാക്കട. അത് അറഫത്ത് ഇവിടെ കൂടെ 2000 വർഷം മുന്നോല്ലേ അള്ളാഹു അറഫത്തിൽ കൂട്ട മനുഷ്യന്മാർക്ക് എല്ലാവർക്കും അഫുണ്ട്. എല്ലാവർക്കും അള്ളാഹു മാഫാകണം ഇവിടെ. അതുകൊണ്ട് ഹജ്ജിൻ്റെ പ്രധാന ഒന്നല്ലേ അറഫ ഇക്കടോ. അറഫത്തിൽ തെലനാരെത്തിക്കടോ. അതുകൊണ്ട് ഹജ്ജിക്ക് പോകേണ്ട മനുഷ്യന്മാരെന്താ അവിടെ എല്ലാവരും നിഷ്പാപിയായിട്ടല്ല ബണ്ടാറ്. അപ്പോൾ ഹജ്ജിക്ക് വലിയ മഹാഭാഗ്യം. അത് എല്ലാവർക്കും ചെയ്യുകയുള്ള ഭാഗ്യം ഉണ്ടാവില്ല. എത്രയോ മനുഷ്യന്മാർ ഇത്തരമാ പൈസ ഉണ്ട്. ഇപ്പം പോലും ഹജ്ജിക്ക് പോകുക ആയിട്ടേ ഇല്ല. എത്രയോ പൈസ ഇല്ലാത്ത മനുഷ്യന്മാർ എങ്ങനെങ്കിലും അങ്ങൊന്ന് ഞങ്ങൾ പോകണമെന്ന് മനസ്സാക്കിയിട്ട് അങ്ങ് അള്ളാഹു തവക്കൽ തോലല്ലാക്കിയത് കൊണ്ട് ഇറക്കിയിട്ട് ചെന്നെങ്കിൽ വേങ്ങിയല്ല സക്കാത്ര പൈസ എടുത്തുണ്ടോ. സക്കാത്ര പൈസ എടുത്തിട്ട് എങ്ങനെ പോയിട്ട് എത്തിയാറ്. എന്തിക്ക് അൽ ഹജ്ജു മബ്റൂറുൻ ലൈസ ലഹു ജസാൻ ഇലൽ ജന്ന. സ്വീകാരയോഗ്യമായ ഹജ്ജിക്ക് സ്വർഗല്ലാണ്ട് വേറെ പ്രതിഫലമില്ല. സ്വർഗ ഫർള് സ്വീകാരയോഗ്യമായ ഹജ്ജ്. അയ്യുൽ അമലി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായ അമലേത് എന്ന് കേട്ടപ്പോൾ അവർക്ക് അല്ലാഹു റസൂൽ ചെന്നു ഹജ്ജും മബ്റൂറായ ഹജ്ജ്. എന്തൊരു മബ്റൂറായ ഹജ്ജിന് സ്വീകാരയോഗ്യമായ ഹജ്ജ്. അതിൽ ഒരേ ഒരു കലങ്കില്ല. നിഷ്കളങ്കമായ ഹജ്ജിലെ നല്ല അള്ളാഹുടെ പുറത്തേക്കായിട്ട് മാത്രം പോയി പേരുകല്ല പെരുമകല്ല ഹാജാർ ചെല്ലവല്ല. ഹാജാർ ചെന്നപ്പം അവനക്ക് ബേജാറാവിടും. അങ്ങനത്തോണ് നല്ലവണ്. ഹാജാർ എന്ന് വിളിച്ചപ്പം അവനക്ക് ബേജാറാവിടില്ലേ. എന്നെ ഹാജാർ വിളിക്കറോ എന്നവനക്ക് പിന്നെ ഞങ്ങൾ ബഹുമാനിച്ച് വിളിക്കറോ. പോയി വന്നാറല്ലുണ്ട് ഞങ്ങൾ ബഹുമാനിക്കാം. അങ്ങക്ക് എന്തിനാണ് സന്തോഷമാവണ്ട. ഞാൻ ഹാജാറല്ലേ. ഹജ്ജിൻ്റെ പേരെതിൽ ഹജ്ജിൻ്റെ നാനിടണ്ട. വേറെ അങ്ങേറ്റൊന്നും ತೊಂದರೆಯಿಲ್ಲ. ഒട്ടാരെ എന്താവണു ഹാജാറിൻ്റെ വിളിച്ചപ്പോൾ എന്നുണ്ട പബ്ലിക് ആയിട്ടല്ലേ ഞാൻ ഹജ്ജ് കഴിഞ്ഞത് എന്ന് ബേജാറാവണം. തെല്ലിതിന് ബേജാറാവണം. അത് ഹജ്ജ് സ്വീകാര്യോഗ്യമത്ര ലക്ഷണ. ഹജ്ജ് സ്വീകാര്യോഗ്യമത്ര ലക്ഷണ. അപ്പോൾ ഹജ്ജിക്ക് വിളിച്ചാൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുടെ ആർഡറോട് കൂടി വിളിച്ചല്ലേ. അങ്ങനെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ച വിളിക്ക് ആറല്ല ചെന്നാറ്. എത്ര വട്ടം ചെന്നാറ് അത്ര വട്ടം ഹജ്ജിക്ക് പോകണ്ടാറ്. അങ്ങ് വിളിച്ചപ്പോൾ അങ്ങ് എത്ര വട്ടം വിളിക്ക് ലബ്ബൈക്ക് ചെന്നാറ്. അത്ര വട്ടം ഹജ്ജിക്ക് പോകണം. ഹജ്ജ് കടി പോകണ മനുഷ്യന്മാരെ കാണല്ലേ. അതുകൊണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിളിക്ക് കൂട്ട മനുഷ്യന്മാരെല്ലാവരും ഹജ്ജിക്ക് പോകണ്ടാറ്. ഞങ്ങളും ഇൻഷാ അല്ലാഹ് മുത്ത് ബദരീങ്ങൾ അവർക്ക് കൊണ്ട് ഞങ്ങളും പിന്നെയും പോകുമോ അള്ളാഹു അവതാക്കട്ട്. പിന്നെ അത്രമേലല്ല അള്ളാഹും വിളിച്ച ഹജ്ജിക്ക് അള്ളാഹു വിളിച്ച മനുഷ്യന്മാരും പോകണ്ടാറ്. എവിടെ ഹജ്ജ് അവിടെ അങ്ങ് പോയെങ്കിൽ എന്താ അവിടെ പോയ ഹജ്ജ് ആരല്ല അള്ളാഹുടെ വിളി കേട്ടത് അങ്ങ് ഹജ്ജിക്ക് പോയിട്ടെങ്കിൽ അങ്ങ് അവിടെ ഹജ്ജിനോടെ വെച്ചിട്ട് മക്കത്തലെ മദീനത്തെ പ്രദേശത്തിൽ അങ്ങ് അവിടെ ഹജ്ജിക്ക് പോയവിടമേ എന്താ അവിടെ മരിക്കിടാറ്. അത് അള്ളാഹുടെ വിളി കേട്ട മനുഷ്യന്മാരുടെ ലക്ഷണത്. ഹജ്ജിക്ക് അള്ളാഹുടെ വിളി കേട്ട മനുഷ്യന്മാരുടെ ലക്ഷണം ഒന്നിരിക്കില്ല. മക്കത്തലെ മദീനത്തെ പ്രദേശത്തിൽ അങ്ങ് ഹജ്ജിക്ക് പോയ ടൈമിൽ അവിടെ മറിച്ച് കൊണ്ടാറ്. അത് അള്ളാഹുടെ വിളിക്കേറ്റങ്ങളുടെ ലക്ഷണം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ വിളിക്കേറ്റങ്ങളുടെ ലക്ഷണം എന്തോ അങ്ങ് നല്ല മബ്റൂറായ ഹജ്ജ് ചെയ്ഞ്ഞ് കൊണ്ടാറ്. പിന്നെ ഇവിടെ ആർക്കും ദഗൽബാജില്ല. ഹാജ് ദഗൽബാജില്ലേ ഇല്ല.
ಊಡಾರ್ಗು ಮೋಸ ಇಲ್ಲಲೇ ಊಡ ಹರಾಮಾಯ ಸ್ವರಂಗೆ ಹಾಕಡಮೇ ಇಲ್ಲ ಹರಾಮಾಯ ಒಂದೇ ಒಂದು ಕರೆದಿ ಕುಟಿ ಬಂಡಮೇ ಇಲ್ಲ ಬಂದು പോയിട്ട് അങ്ങനെ പരമ ദുഃഖം അങ്ങ് ബുൾപ്പെടാറ് അങ്ങനെ ഹജ്ജ് സ്വീകാര്യോഗ്യം ಮಾಡಿ ഇല്ലെങ്കിൽ അങ്ങ് കറാത്ത് പോലും ജാഗ്രത ആക്കട്ടെ കറാത്ത് പോലും വരാതെ പോലും ജാഗ്രത ആക്കട്ടെ ഹജ്ജ് കഴിഞ്ഞ മനുഷ്യന്മാർ ഹജ്ജ് സ്വീകരിച്ചിട്ടുണ്ട് പിന്നൊന്ന് ഹജ്ജ് പോണ മനുഷ്യന്മാരെന്താ അവിടെ ശൈത്താനും വിളിച്ചറാ ശൈത്താൻ്റെ പേര് കേട്ടങ്ങോ ഉള്ളാറ് ഹജ്ജ് പോണ്ടങ്ങ ശൈത്താൻ്റെ പേര് കേട്ടങ്ങോ ഹജ്ജ് പോണ്ടങ്ങുള്ളാറ് അങ്ങ് ഹജ്ജ് പോണ്ടാറ് ഹജ്ജ് ചെയ്താറ് ബണ്ടാറ് വന്നിട്ട് ഊടെന്താ വിടാറ് ഊടങ്ങ വർദ്ധം ദഗൽബാജി ചെന്നെങ്കിൽ അങ്ങ് അള്ളം അള്ളാൻ റസൂൽ അനിഷ്ടമായതേ യാറാക്കടോ അള്ളം അള്ളാൻ റസൂൽ അനിഷ്ടമായത് അങ്ങ് ഇഷ്ടമില്ലാത്തതേ അങ്ങോട്ട് യാറാ ഉണ്ടാവിടും ഇവിടെ മനുഷ്യന്മാർക്ക് ദഗൽബാജി ആക്കിടാറ് കടയെടുത്തേം കൊടുക്കില്ല ഹറാമായ സ്വരാക്കിടാറ് നിസ്കാരത പകൽ അങ്ങ് ശ്രദ്ധയില്ല ഫർദാക്കാര്യത്തിൽ അങ്ങ് ശ്രദ്ധയില്ല ഹറാമായത് എത്രമാ കണക്കില്ലാത്തത്ര അങ്ങ് ആക്കിടാറ് അങ്ങ് ഷെയ്ത്താൻ്റെ പേരിക്ക് അങ്ങ് പോച്ചെന്നങ്ങ് അങ്ങ് ഹജ്ജിക്ക് പോയിടാറ് ഹജ്ജിക്ക് പോയി വന്നിട്ട് അങ്ങനെ എന്തോ ഇല്ല അങ്ങ് ഫിത്തനാക്കിടാറില്ലേ അങ്ങ് ആറാറ് ഹീബത്ത് ചെല്ലാറ് നമീമത്ത് ചെല്ലാറ് ഏഷണി ചാടി ചെല്ലാറ് ഫിത്തന ഉണ്ടാക്കിടാറ് മനുഷ്യന്മാർക്ക് ബേജാറാക്കുമ്പോഴത്തെ കാര്യക്രമാക്കിടാറ് അങ്ങ് ആറ് ഹജ്ജി പോയിട്ടാറങ്ങ പക്ഷെ അങ്ങ് ഷെയ്ത്താൻ്റെ ബലിക്ക് പോ കൊടുത്തങ്ങ ഷെയ്ത്താൻ വിളിച്ചിട്ട് അങ്ങനെ ഹജ്ജ് അങ്ങനെ ഹജ്ജ് പോയി വന്നിടാറ് ഇവിടെ ഉള്ള എല്ലാം മക്ക പോത്തിനാറുണ്ട് ഹിന്ദു സമയത്ത് ആരാണ്ട് അവನು ಮಲ್ಲ ಮಕ್ಕ ಹೋತಿನಾರು ಎಂಟಿನ ಅರ್ಜಲ್ ಹಿಂದೂ സമയത്തുള്ള ഉണ്ട് നിസ്സാരാക്കടോ അവൻ കാരണം ഇവിടെ ഒന്നാ നമ്പർ ദഗൽബാജി എല്ലാ വിഷയത്തിലും കുടുംബ ബന്ധം ഒരിക്കലും അവನು ನೆರೆಕರಟ ನಲ್ಲಿಕ್ಕಿಲ್ಲ ಅವನು ನೆರೆಕರಂಗಟ್ಟು ನಲ್ಲಿಲ್ಲ ಕುಟುಂಬ ಬಂಧು ನಲ್ಲಿಲ್ಲ ಮನುಷ್ಯന്മാരുടെ അർസ മനുഷ്യന്മാരെ ഫിത്തനാക്കടോ ഗീബച്ചൽഡോ നമീമത്ത് അള്ള ഹറാമാക്കിയത് എല്ലാം മൗണ്ടൊട്ടിക്കിട് അവലൊട്ടിക്കിട് അങ്ങനത്തെ മനുഷ്യന്മാർ ഷെയ്ത്താൻ്റെ പേരിക്ക് അങ്ങ് എന്താക്കിയാറ് അങ്ങ് ഓ കൊടുത്തങ്ങ എന്ന് അലാമത്ത് അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അങ്ങനത്തെ അലാമത്തുണ്ടെങ്കിൽ ഇല്ലാത്ത പോലെ കൈയുടെ പരമാവധി ആക്കുക ശ്രമിക്കുക അതൊക്കെ നമ്മൾ അല്ലാഹ് ഭാഗ്യം നൽകട്ടെ ഹജ്ജിക്ക് ആരെല്ലാം പോണ്ടാറ് അല്ലാഹുവേ എല്ലാവരുടെ ഹജ്ജും നീ സ്വീകാര്യോഗ്യമായ ഹജ്ജും മബ്രൂർ ഹജ്ജ് കഴിഞ്ഞിട്ട് അങ്ങ് നല്ല ആഫ്യത്തോടു കൂടി പോയിട്ട് നല്ല ആഫ്യത്തോടു കൂടി പഠിച്ചവൻ അല്ലാഹ് അങ്ങനെ കുടുംബക്കാർ മധ്യത്തേക്ക് വന്നിട്ട് നല്ല ഹാജാറായ നിലക്ക് അള്ളാഹ് സന്തോഷാവുന്ന നിലക്ക് ചെയ്യിക്കുക അങ്ങും നീ ഭാഗ്യം നൽകുക റഹ്മാനെ പോകാത്ത മനുഷ്യന്മാരെല്ലാവരെയും എല്ലാ സുന്നിങ്ങളെ എല്ലാവരും നീ പഠിച്ചവൻ അല്ലാഹ് മുന്നിക്കുള്ള ഉംറ ചെയ്യുക ഹജ്ജ് ചെയ്യുക എല്ലാവർക്കും നീ അവതാക്കുക അല്ലാഹ് എല്ലാവർക്കും നീ അവതാക്കുക റഹ്മാനെ ഞങ്ങളെല്ലാ പ്രവൃത്തിയും എല്ലാ പോക്കും വാക്കും നിർത്തും അള്ളാഹ് സന്തോഷത്തോടെ പ്രവൃത്തിയാക്കുക റഹ്മാൻ ഞങ്ങളെ കൊണ്ട് എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുക ഞങ്ങളെ കൊണ്ട് എല്ലാവരും പുകഴുക നീ അവതാക്കുക ഞങ്ങളെ കൊണ്ട് എല്ലാവരും പഠിച്ചവനെ ഉപകാരക്കും എല്ലാവർക്കും ഉപകാരക്കും നീ ഭാഗ്യം നൽകുക റഹ്മാനെ ഞങ്ങളെല്ലാ പ്രവർത്തനം സ്വീകരിക്കുക അല്ലാഹ് ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.